എന്റെ പൊന്നച്ച പഠനമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഞാനിപ്പോ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. 1-2 ടെസ്റ്റുകൾ ഉടനെ ഉണ്ട്. അതിനുള്ള പ്രാക്ടീസിലാണ്. വെരി ഗുഡ്. മരുഭൂമിയിലെ കഷ്ടപ്പാടിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന തന്ത്രപ്പാടിൽ പലതും മറന്നു. പിന്നെ നീ ചോദിക്കുന്ന രൂപ അയച്ചു തരുമ്പോൾ നിന്റെ നന്മ മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അച്ഛനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ എന്റെ പഠനകാര്യം. അത് ശരിയാണ്. പക്ഷെ മറവി അതെന്നെ പിടികൂടാതെ കൂടെ തന്നെ. നിന്നോടൊരു പ്രധാന കാര്യം ചോദിക്കാനുണ്ട്. എന്നാ അച്ഛാ? നിന്റെ അക്കൗണ്ട് ഞാൻ ഇവിടെ ചെക്ക് ചെയ്തു. അത് പിന്നെ അച്ഛാ എഴുതി വെച്ച എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എന്തേ ഞാൻ ഒന്നും അറിയില്ല എന്ന് കരുതി? എഴുതി വെച്ച എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇത്രയും നാൾ നിന്നോട് ചോദിക്കായിരുന്നത് നിന്നെ നേരിൽ കാണുമ്പോൾ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ സമ്പാദിച്ച പണം കണ്ട തെണ്ടികൾ കൊടുക്കാമല്ല. അച്ഛാ എന്താടാ നീ ബേക്കറി പെട്ടെന്ന് പോകുന്നത്? എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു? ഒരു അത്യാവശ്യം വരേണ്ട പോയിട്ടാ. പോയിട്ടാ അകത്തേക്ക് ഇരിക്കാം. നമുക്ക് വേണ്ട, ഇവിടെ എങ്ങനെ ഇരിക്കാൻ നീ വിളിച്ച പെട്ടെന്ന് ഓടിപ്പോന്ന. അല്ല അപ്പൊ കട ആരും നിർത്തിയായിരുന്നു? കട പഴയ പയ്യനത് നിർത്തി. അപ്പൊ കുഴപ്പമില്ലല്ലേ? നല്ല പയ്യനല്ല. അപ്പോട്ടാ ബേക്കറി ഉദ്ഘാടനത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. അത് സാരമില്ലടാ, പണി തിരക്കായിരുന്നേ. ഓട്ടോയിൽ നിന്നാ പണി തീർത്ത് കൊടുത്തത്. എനിക്കറിയാമല്ലോ എന്ത് തിരക്കൊക്കെ. കൂട്ടം പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ഞാനും പല സ്ഥലത്ത് വെച്ച് അവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ പിള്ളേരല്ലേ എന്ന് ഓർത്തുണ്ട് ഞാനത്ര കാര്യമാക്കിയില്ല. പക്ഷേ അപ്പൂട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ സംശയം ബലപ്പെടുന്നുണ്ട്. അതേടാ സലീമേ, കുറച്ച് നാളുകളായിട്ട് എൻ്റെ മോളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ കളിയും ചിരിയും എവിടെയോ നഷ്ടപ്പെട്ടു. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. അപ്പൂട്ടാ അങ്ങനെ ഉണ്ടെങ്കിൽ മോളെ എത്രയും പെട്ടെന്ന് അവനിൽ നിന്ന് ഒഴിവാക്കണം. പിള്ളേരല്ലേ, എപ്പോഴൊക്കെ എന്തൊക്കെയാ സംഭവിക്കണമെന്ന് ആർക്കറിയാം? സലീമേ, എന്ത് വില കൊടുത്തും ഞാൻ എൻ്റെ മോളെ രക്ഷിക്കും. അതിനുവേണ്ടി ഏത് വഴിയും ഞാൻ സ്വീകരിക്കും. നീ എൻ്റെ അവിടെ നിൽക്കണം. പോട്ടാ, ഈ സലിം എപ്പോഴും കൂടെ ഉണ്ടാവും. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അതിനുവേണ്ടി അല്പം വളഞ്ഞ വഴി സ്വീകരിച്ചാലും കുഴപ്പമൊന്നുമില്ല. സലീമേ, നീ എന്ത് തീരുമാനം എടുത്താലും എൻ്റെ മോളെ എനിക്ക് രക്ഷിച്ചാൽ. അപ്പോട്ടും വിഷമിക്കാതെ ഇടയ്ക്കും മുഴുവനും കേണ്ടാത്ത രീതിയിൽ ഞാനത് കൈകാര്യം വരും. പക്ഷേ ചില പൊട്ടലും ചെറ്റിലൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. നിന്റെ തീരുമാനം എന്തായാലും കൊള്ളാം, പക്ഷെ അബദ്ധങ്ങളൊന്നും ഉണ്ടാവരുത്. ഇല്ല പോയിട്ടാ, അവർ തമ്മിൽ ഇനി കാണില്ല. അക്കാര്യം ഞാൻ ഏറ്റി. ചോദിക്കണില്ല, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. വാസു, എടാ വാസു, കൊച്ചാസന് മിഠായി തന്ന്. അച്ഛനങ്ങോട്ട് പോരാച്ചാ, കുഴപ്പമൊന്നുമില്ല. ഉപദ്രവിക്കരുത്, എല്ലാം ഞാൻ നിർത്തി. ഉപദ്രവിക്കരുത്. ഇപ്പം ചെറിയ കൃഷിയൊക്കെ ആയിട്ട് ഞാൻ കുടുംബമായിട്ട് ജീവിക്കുകയാണ്. എല്ലാം ഞാൻ നിർത്തി. നീ എന്നതാടാ ഈ വാസു പറയുന്നത്? നീ ആ പഴയ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ വെച്ചിട്ട് നടക്കുകയാണ്. ഞാനത് എപ്പോഴേ മറന്നു. എനിക്ക് നിന്നെ ഒന്ന് കാണുന്ന തോന്നുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഈ ജീവിതത്തിന് കാരണം നീയാണ്. എന്നാ അപ്പോൾ അങ്ങനെ പറയണത്? എൻ്റെ പഴയകാല ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി താല്പര്യമില്ല. എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. അന്ന് ഷാപ്പിൽ വെച്ചുണ്ടായ സംഭവത്തിൽ നിനക്കറിയാം ഞാനാണ് കുറ്റക്കാരൻ. എന്നിട്ട് നീ അത് പോലീസിൽ മറച്ചു വെച്ചു. അവിടെയാണ് നിന്നെ ഞാൻ മനസ്സിലാക്കാതെ പോയി. മറിച്ചായിരുന്നെങ്കിൽ
എൻ്റെ ജീവിതം ഒരു ദുരന്തമായി മാറിയത്. പാവം മാധവേട്ടൻ എനിക്ക് വേണ്ടി എല്ലാം ഏറ്റുവാങ്ങി. ഞാനന്ന് ആശുപത്രി കിടക്കലായിരുന്നപ്പം കൈക്കുഞ്ഞുമായ ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. കരഞ്ഞു കരഞ്ഞ ആ സ്ത്രീയുടെ കണ്ണുകളിൽ ഒരു അപേക്ഷയുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ കണ്ണീരാണ് എൻ്റെ ജീവിതം മാറ്റുന്നത്. വഴി മാറി, എനിക്ക് പോണം. എനിക്ക് പറയാനുള്ള കേട്ടിട്ട് പോയത് എനിക്കൊന്നും കേൾക്കണ്ട. നിൽക്കണോ?